അനന്തു ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ചേരി തിരിഞ്ഞ് ഭരണപ്രതിപക്ഷ പാർട്ടികൾ. ഉപതെരഞ്ഞെടുപ്പ് സമയത്തെ ദാരുണ സംഭവത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് CPIM-ഉം വനമന്ത്രിയും ആവശ്യപ്പെട്ടു. പ്രസ്താവന പിൻവലിച്ച് മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സർക്കാർ സ്പോൺസേഡ് മർഡർ എന്ന ആരോപണം പ്രതിപക്ഷം തിരുത്തിയാൽ തിരുത്തുന്നത് താനും ആലോചിക്കാമെന്നാണ് വനമന്ത്രിയുടെ മറുപടി. പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് 15 വയസ്സുകാരൻ മരിച്ച സംഭവത്തിന് പിന്നാലെ UDF പ്രവർത്തകർ നിലമ്പൂരിൽ റോഡ് ഉപരോധിച്ചിരുന്നു. വിഷയം ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഉപയോഗിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ വനം മന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറിയും രാഷ്ട്രീയ ഗൂഢാലോചന ആരോപണവുമായി രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് കാലഘട്ടമായതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു ഗൂഢാലോചന ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ടോ എന്ന സംശയം ജനങ്ങളിലാകെ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രതിയുടെ ഫോൺ കോൾ ഉൾപ്പെടെ പരിശോധിച്ചാൽ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉൾപ്പെടെ എന്താണ് എന്നുള്ളത് വ്യക്തത വരും. സ്വന്തം വീഴ്ച മറയ്ക്കാനാണ് രാഷ്ട്രീയ ഗൂഢാലോചന എന്ന വാദമെന്നും വനം മന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷം. ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല, ഇറങ്ങി പുറത്തു പോകണം. അതിനെ ഞങ്ങൾ പുച്ഛിച്ചു തള്ളുന്നു. നിലമ്പൂരിൽ വനം മന്ത്രി AK ശശീന്ദ്രനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. വഴിക്കടവിൽ മുഖ്യമന്ത്രിക്കെതിരെ BJP പ്രവർത്തകരുടെ പ്രതിഷേധം. വിദ്യാർത്ഥിയുടെ മരണത്തിൽ UDF ഭരിക്കുന്ന പഞ്ചായത്തിന് വീഴ്ച സംഭവിച്ചെന്നാണ് CPIM ആരോപണം. നാളെ പഞ്ചായത്ത് ഓഫീസിലേക്ക് LDF മാർച്ച് നടത്തും. വനമേഖലയായ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ വന്യജീവി ശല്യം നേരത്തെ മുതൽ ചർച്ചയാണ്. പുതിയ സംഭവങ്ങളോടെ ചർച്ചകൾ കൂടുതൽ സജീവമായി. 24 നിലമ്പൂർ.